ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ സൈമാറ്റിക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേയായിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 മാത്സിന്റെ 9th ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസും കൂടി ചെയ്തിട്ട് പിന്നെ ഉള്ളത് 6th എക്സസൈസ് ആണ്. അതും കൂടി കഴിഞ്ഞ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനാണ് കേട്ടോ. ഫൈൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx plus y cot x equal to 2x plus x square cot x given y equal to 0 when x equal to pi/2. ഓക്കെ, അപ്പോൾ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ഫോമിലാണ്? dy/dx പ്ലസ് py ഈക്വൽ ടു q എന്നുള്ള ഫോമിലാണ്. ഇവിടെ p എന്താണ്? cot x, q എന്താണ്? 2x പ്ലസ് x സ്ക്വയർ cot x. ഇനി നമുക്ക് എന്ത് വേണം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം. ദാറ്റ് ഈസ് e raised to integral p dx, e raised to integral cot x into dx. ഓക്കെ, അപ്പോൾ e raised to integral cot x എന്താണ്? log sin x. e raised to log sin x, pയും ലോഗും കട്ടായി പോവും, പിന്നെ എന്തുണ്ട്? sin x. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. ഇനി ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? y into integrating factor, that is y sin x equal to integral q into 2x plus x square cot x into sin x dx plus c. അപ്പോൾ ഇത് നമുക്ക് i എന്ന് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ i നെ സെപ്പറേറ്റ് എടുത്തിട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് i equal to integral 2x into sin x dx plus integral x square cot x എന്താണ്? cos x by sin x. അപ്പോൾ sin x കട്ടായി പോവും. സോ x square cos x dx. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ നിർത്തുകയാണ്. അതെന്താണെന്ന് പറയാം. പ്ലസ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോവും. അതുകൊണ്ടാണ് അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാതിരുന്നത്, കട്ടായി പോകാൻ വേണ്ടി. അപ്പോൾ i എന്ത് കിട്ടി? എക്സ് സ്ക്വയർ സൈൻ എക്സ്, അതായത് y സൈൻ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തറിയാം? y ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു pi/2. അപ്പോൾ എന്ത് വരും? 0 ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 4 ഇൻറ്റു സൈൻ pi/2 ഈസ് 1 പ്ലസ് സി. അപ്പോൾ സി എന്ത് വന്നു? മൈനസ് പൈ സ്ക്വയർ ബൈ 4. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പർട്ടിക്കുലർ സൊല്യൂഷൻ y sin x ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ എക്സ് മൈനസ് പൈ സ്ക്വയർ ബൈ 4. അപ്പോൾ നമ്മൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞാക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് സൈൻ എക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ 4 സൈൻ എക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ കർവ് പാസിംഗ് ത്രൂ 0, 1. ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന കർവ്? 0, 1. ഇഫ് ദ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ കർവ് അറ്റ് എനി പോയിന്റ് എക്സ് വൈ, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ കർവ് അറ്റ് എനി പോയിന്റ് എക്സ് വൈ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് എന്താവും? dy/dx ഈസ് ഈക്വൽ ടു സം ഓഫ് എക്സ് കോർഡിനേറ്റ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ്. അപ്പോൾ dy/dx ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് വൈ എന്ന് വന്നു. ദെൻ നമുക്ക് എന്ത് കാണണം? ഇക്വേഷൻ ഓഫ് ദാറ്റ് കർവ് പാസിംഗ് ത്രൂ പോയിന്റ് 0, 1 കാണണം. അപ്പം നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? dy/dx മൈനസ് എക്സ് വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. അപ്പോൾ പി എന്ത് വന്നു? മൈനസ് എക്സ്, ക്യൂ എന്ത് വന്നു? എക്സ്. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് വന്നു? e raised to integral മൈനസ് എക്സ് dx, e raised to മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. അതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി സൊല്യൂഷൻ എങ്ങനെയാണ്? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ
Q into integrating factor dx plus c. ഇതിനെ I എന്ന് എടുക്കുകയാണ്. ഇനി നമുക്ക് I സെപ്പറേറ്റ് കാണാം. I equal to integral x into e raised to minus x square by 2 dx എന്നാണ്. അപ്പോൾ x square by 2 equal to t എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 2x dx by 2, that is x dx equal to dt. അപ്പോൾ I എന്താണ്? I equal to integral e raised to minus t dt. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? minus e raised to minus t, that is minus e raised to minus x square by 2. അപ്പോൾ എന്ത് വന്നു? y e raised to minus x square by 2 is equal to minus e raised to minus x square by 2 plus c. ഓക്കെ, ഇനി നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ 0യും y വാല്യൂ 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 into e raised to 0 is 1 equal to minus 1 plus c. അപ്പോൾ c equal to 2 എന്ന് വന്നു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y e raised to minus x square by 2 equal to minus e raised to minus x square by 2 plus 2. ഇനി ത്രൂ ഔട്ട് e raised to x square by 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? y equal to minus 1 plus 2 e raised to x square by 2. ഓക്കെ, ഇനി 6th എക്സസൈസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ x log x dy by dx plus y equal to 2 by x log x. ഓക്കെ, അപ്പോൾ ഇവിടെ സൊല്യൂഷൻ കാണാനാണ്. അപ്പോൾ നമുക്ക് dy by dx plus py equal to q ഫോമിലാക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ x log x ചെയ്യുക. അപ്പോൾ എന്ത് വരും? dy by dx plus y divided by x log x equal to 2 by x square. ഇവിടെ p എന്താണ്? 1 by x log x. q എന്താണ്? 2 by x square. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? e raised to integral p dx. e raised to integral 1 by x log x into dx. ഓക്കെ, അപ്പോൾ log x ഈക്വൽ ടു t എന്ന് കൊടുത്താൽ dx by x എന്താവും? dt. അപ്പോൾ ഇൻ്റഗ്രൽ dt by t എന്താവും? log t, അതായത് e raised to log x. അപ്പോൾ ഈയും ലോഗും കട്ടായി പോകും. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് വരും? log x. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സൊല്യൂഷൻ ഏത് ഫോമിലാണ്? y ഇൻറ്റു log x ഈക്വൽ ടു ഇൻ്റഗ്രൽ q എന്താണ്? 2 by x square log x dx plus c. അപ്പോൾ 2 ഔട്ട്സൈഡ് എടുക്കുകയാണ്. അപ്പോൾ 2 ഇൻ്റഗ്രൽ 1 by x square log x. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഐ ലേറ്റ് ഫോമിലാക്കുക. ഫസ്റ്റ് എന്ത് വരണം? ലോഗരിതം വരണം. സോ log x ഇൻറ്റു 1 by x square എന്ന് കൊടുക്കുകയാണ്. ഈ ഇൻ്റഗ്രലിനെ ഐ എന്ന് എടുത്തു. എന്നിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഐ ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ്? മൈനസ് 1 by x മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഈസ് മൈനസ് 1 by x dx. അപ്പോൾ എന്ത് വന്നു? 1 by x square ഈക്വൽ ടു മൈനസ് log x by x മൈനസ് 1 by x മൈനസ് log x minus 1 divided by x minus of log x plus 1 by x. ഓക്കെ, ഇനി നമുക്കത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? y log x equal to minus 2 by x into log x plus 1 plus c. Okay, next question, dy by dx plus 2y tan x equal to sin x. Particular solution ആണ് കണ്ടുപിടിക്കേണ്ടത്. y equal to 0 when x equal to pi by 3. ഓക്കെ, ഇപ്പോൾ ഇത് dy by dx plus py equal to q ഫോമിലാണ്, where p is equal to 2 tan x, q is equal to sin x.
ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് വരും? ഇ റേസ് ടു ഇൻ്റഗ്രൽ 2 tan x dx. ഇ റേസ് ടു 2 tan x-ന്റെ ഇൻ്റഗ്രൽ ലോഗ് സീക്ക് എക്സ്. അപ്പോൾ ഈ 2-നെ നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇയും ലോഗും കട്ടായി പോകും. സോ എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ് എന്ന് നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടും. ഇനി y ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു ക്യൂ ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് സി. ഇനി സീക്ക് സ്ക്വയർ എക്സിനെ നമുക്ക് 1 കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താവും? ടാൻ എക്സ്. അപ്പോൾ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഓക്കെ, അപ്പോൾ y സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്തിൻ്റെ ഇൻ്റഗ്രലാണ്? സീക്ക് എക്സിൻ്റെ പ്ലസ് സി. നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. y ഈക്വൽ ടു 0 വെൻ x ഈക്വൽ ടു π/3. സീക്ക് π/3 എന്താണ്? 2 പ്ലസ് സി. ദാറ്റ് ഇംപ്ലൈസ് c is equal to -2. അപ്പോൾ എന്ത് കിട്ടി സൊല്യൂഷൻ? y സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് മൈനസ് 2. ഓക്കെ, ഇനി y ഈക്വൽ ടു എന്നുള്ള ഫോമിലാക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ എക്സ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? y സീക്ക് എക്സ് ബൈ സീക്ക് സ്ക്വയർ എക്സ് ചെയ്താൽ 1 സീക്ക് എക്സ്. 1 സീക്ക് എക്സ് എന്താണ്? കോസ് എക്സ് മൈനസ് 2 സീക്ക് സ്ക്വയർ എക്സ്. 2 സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ എന്താണ് ആൻസർ? y ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 2 കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2xy ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ വേർ y ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു 1. ഇവിടെയും പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ഫോമിലാക്കാൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2xy ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ പി എന്താണ്? പി ഈക്വൽ ടു 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ക്യൂ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി എന്ന് കൊടുത്താൽ എന്ത് വരും? 2x ഡി എക്സ് ഈക്വൽ ടു ഡി ടി. അപ്പോൾ ഇ റേസ് ടു ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി. അപ്പോൾ ഇ റേസ് ടു ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി y ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ. ഒരു 1 പ്ലസ് എക്സ് സ്ക്വയർ കട്ടായി പോകും. സോ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് സി. y ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതെന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. നമുക്ക് സിയുടെ വാല്യൂ വേണം. y ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് 1 ഈസ് π/4 പ്ലസ് സി. അപ്പോൾ സി എന്താണ്? മൈനസ് π/4. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? y ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് π/4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ കർവ് പാസിംഗ് ത്രൂ ഒറിജിൻ. അപ്പോൾ പോയിന്റ് ഏതാണ്? 0 0. Given that slope of tangent to the curve at any point xy, അതായത് സ്ലോപ്പ് എന്താണ്? dy by dx, that is equal to sum of coordinates of the point. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിന് x y എന്നാണെങ്കിൽ സം ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ x പ്ലസ് y. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് കർവ് പാസിംഗ് ത്രൂ എക്സും വൈ എന്താണ്? ഒറിജിൻ 0 0. ഓക്കെ, അപ്പോൾ നമുക്ക് dy by dx ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. ദാറ്റ് ഈസ് dy by dx minus y equal to x, p equal to -1, q equal to x. Integrating factor എന്താണ്? e raised to integral -1 into dx e raised to -x. Okay. y e raised to -x equal to integral x into e raised to -x dx plus c. Okay. അപ്പോൾ ഇന്റഗ്രൽ x e raised to -x dx നെ i എന്ന് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യാം.
അപ്പോൾ എന്ത് വരും? I equal to first into integral of second minus integral of derivative of first into integral of second into dx. അതായത് മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? വൈ ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു സി. ഇത് റൈറ്റ് സൈഡിലേക്ക് പോയാൽ സി ഇ റേസ് ടു എക്സ് എന്നാവും. എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഈക്വൽ ടു സി ഇ റേസ് ടു എക്സ്. ഇനി നമുക്ക് എക്സിനും വൈക്കും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു 0 ഈസ് 1. അപ്പോൾ സിയുടെ വാല്യൂ എന്ത് വന്നു? 1. അപ്പോൾ സൊല്യൂഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഓക്കെ, ഈ എക്സസൈസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ +2 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.